തിരുവനന്തപുരം ബാലരാമപുരം വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായത് കൊല്ലം ഇരവിപുരം സ്വദേശി സജിൽ, ആക്കോരിൽ അനന്തുരവി എന്നിവർ. സൂപ്പർമാർക്കറ്റിന്റെ ഗ്രിൽ പൊളിച്ചാണ് മോഷണം നടത്തിയത്. പ്രതികളെ പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച്. തിരുവനന്തപുരം വർക്കല നവകേരളം കൾച്ചറൽ ഫോറം ഓണം സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു. വാത്സല്യം ചാരിറ്റി ഹോമിൽ സംഘടിപ്പിച്ച പരിപാടി നവകേരളം കൾച്ചറൽ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം ഗുത്തുബ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് CPM പൂവത്തൂർ LC കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ നെടുമങ്ങാട് നിന്നും കുഷർകോടിലേക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വന്ദേമാതരം ദേശീയ ഗീതം കൂടുതൽ നഗരങ്ങളിൽ ചിത്രീകരിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കി ദന്ത ഡോക്ടറും സംഗീതജ്ഞനുമായ CV രഞ്ജിത്ത്. ക്ഷേത്ര കലാ അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ CV രഞ്ജിത്തിനെ ആദരിച്ചു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ CV പൊന്നാടയണിയിച്ചു. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കനാൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യം ഉന്നയിച്ചത് CPIM കരിമ്പന ബ്രാഞ്ച് സമ്മേളന പ്രമേയത്തിലൂടെ. ഏരിയ കമ്മിറ്റി അംഗം TM സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂരിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. കൃഷി നടത്തിയത് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി. പരിപാടി പഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക അവാർഡ് ജേതാവ് ശോഭിക രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വയനാടിന് കൈത്താങ്ങുമായി തൃശൂർ AIYF മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വിതരണോദ്ഘാടനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ നിർവഹിച്ചു. കോട്ടയം മണാർക്കാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് സമാപനം. ഇന്ന് നടന്ന പരിപാടിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആശീർവാദത്തോടും നേർച്ചവിളമ്പോടും കൂടി പെരുന്നാൾ സമാപിച്ചു. ആലപ്പുഴ ചന്തിരൂർ പാലത്തിന് സമീപം ക്രെയിൻ മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടം. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗതാഗത തടസ്സം നേരിടുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. കോട്ടയം ലാലം പഴയ പള്ളിയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് തറക്കല്ലിട്ടു. രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ശിലാസ്ഥാപനം നടത്തി. പാരിഷ് കൌൺസിൽ അംഗങ്ങളും വൈദികരും ഇടവകാംഗങ്ങളും പങ്കെടുത്തു. കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം സ്വദേശി ഗോപകുമാറാണ് പിടിയിലായത്. സ്ത്രീയെ വഴിയിൽ തടഞ്ഞ് പ്രതി മദ്യപിക്കാനായി 500 രൂപ കടം ചോദിക്കുകയും പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം പാലോട് പെരിങ്ങമല പാടശേഖരത്തിലെ കൃഷി കാട്ടുപന്നി നശിപ്പിച്ചതായി പരാതി. 50 സെന്റ് വരുന്ന ഭൂമിയിലെ കൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ. ഇടുക്കിയിൽ നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സൗജന്യ ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് കുപ്രസിദ്ധ ഗുണ്ടാ സ്റ്റംബർ അനീഷ് അറസ്റ്റിൽ. പിടിച്ചുപറി, കൂലിത്തല്ല്, ബഹളമുണ്ടാക്കൽ, സ്ത്രീകളെ ശല്യപ്പെടുത്തൽ തുടങ്ങി 30ഓളം കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. ചിറ്റൂർ സ്വദേശി രത്നാകരനാണ് പിടിയിലായത്. ജോലിയുടെ ഭാഗമായി വീട്ടിലെത്തിയ ജീവനക്കാരിയോട് പ്രതി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പൊതുജനങ്ങൾ നേരിടുന്ന യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കാനും ഗതാഗതം ശക്തിപ്പെടുത്താനുമാണ് സദസ്സ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ തലവടി സ്വദേശി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുളയ്ക്ക് രാജ്യാന്തര സേവന പുരസ്കാരം. കൊൽക്കത്ത മിഷണറീസ് ഓഫ് ചാരിറ്റി ആസ്ഥാനത്തായിരുന്നു ചടങ്ങ്. ഇന്റർനാഷണൽ ചാരിറ്റി സർവീസസ് അവാർഡ് ചെയർപേഴ്സൺ വിൽഡാനി കുപ്പിഡോൺ പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ അന്തിക്കാട് ആടിനെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. കൂട്ടത്തോടെ എത്തിയ 7ഓളം തെരുവ് നായ്ക്കളാണ് ആക്രമിച്ചത്. അന്തിക്കാട് സ്വദേശി പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള ആടാണ് ചത്തത്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ സഹകരണ സംഘത്തിന്റെ ഓണവിപണി ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡ് വഴി സാധന സാമഗ്രികൾ ശേഖരിച്ചാണ് വിതരണം. 12 ഇനം പലചരക്ക് സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ കിറ്റിലാക്കി വിതരണം ചെയ്യുന്നത്. തൃശൂർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ശ്രീ VN വാസവൻ നിർവഹിച്ചു. ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി